ദിക്റിൽ നിന്ന് അശ്രദ്ധയാകാൻ പാടില്ല. ദിക്ർ നല്ലോണം ചൊല്ലണം, പതിവാക്കണം. ദിക്ർ വിടാൻ പാടില്ല. അതുകൊണ്ടല്ലേ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും ദിക്ർ മറന്നാൽ, ഇടയിൽ ഓർമ്മ വന്നാൽ ഇടയിൽ വെച്ച് ചൊല്ലണം. സുന്നത്താണ് എന്ന് പ്രത്യേകം പഠിപ്പിക്കാൻ കാരണം ആ ദിക്ർ നമ്മുടെ ഖൽബിനെ ഉണർത്തുന്ന വലിയൊരു കാര്യമാണ്. മനസ്സ് നന്നാക്കുന്നത്, മനസ്സിന് ഉണർവ് തരുന്നത് അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. വിശ്വാസികളുടെ മനസ്സിന് സമാധാനം കിട്ടുന്നത് ദിക്ർ കൊണ്ടാണ്. ദിക്ർ കൊണ്ട് വലിയ സമാധാനം കിട്ടും. നമ്മൾ ആരെങ്കിലുമൊക്കെ രോഗശമനത്തിന് വേണ്ടി ദിക്ർ പറഞ്ഞെന്നാൽ തന്നെ നമ്മൾ എന്ത് പറയും? 2 ദിവസം ചൊല്ലി നോക്കുക, മാറ്റുണ്ടെങ്കിൽ അങ്ങ് തുടരാം, മാറ്റല്ലെങ്കിൽ അവിടെ വെച്ച് നിർത്താം. ഏതായാലും ദിക്റല്ലേ, വിട്ടുകളയണ്ട, ചൊല്ലിയ കൂലി കിട്ടുമല്ലോ. ഇവിടുന്ന് ഒരു പക്ഷേ രോഗം മാറാൻ നിശ്ചയമില്ലെങ്കിലും ആഖിറത്തിൽ കൂലി ഉറപ്പാണ്. വേറെയും പല വഴിക്കും അല്ലാഹു തആല സന്തോഷം തന്നോളും എന്ന് കരുതി ചൊല്ലുന്നതിന് പകരം സാമ്പിൾ നോക്കുകയാണ്. 2 അസുഖത്തിന് മാറ്റൊന്നുമില്ല, പിന്നെ 40 ദിവസം ചെല്ലാൻ പറഞ്ഞ് വെറുതെ ആവും. ഓതണ്ട. മനസ്സിൽ മരവിപ്പ് വന്നുപോയി. അൽ ഗഫലത്തു അൻ ദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് അശ്രദ്ധ വരരുത്. ഖുർആനും ദിക്റാണ്, സ്വലാത്തിൽ നിന്നും ദിക്റാണ്, നിസ്കരിക്കുന്നതും ദിക്റാണ്. എന്തിനാ നിസ്കാരം? അഖിമിസ് സ്വലാത്ത ലിദിക്രി. നിങ്ങൾ കൃത്യമായി നിസ്കാരം നിർവഹിക്കണം. ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി, അള്ളാഹുവിനെ ഓർമ്മിക്കാനാണ് നിസ്കാരം. മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹുവിനെ ഓർമ്മിക്കണം. അള്ളാഹുവിനെ കൂടുതൽ കൂടുതൽ ഓർമ്മയുണ്ടാകണം. അതുകൊണ്ടല്ലേ നിസ്കാരത്തിൽ തക്ബീറും അധികം വെച്ചത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന ദിക്റാണ് അധികമുള്ളത്. സമീഅ അല്ലാഹു ലിമൻ ഹമിദ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ തലങ്ങളിലും അല്ലാഹു അക്ബറാണ്. താഴോട്ട് പോകുമ്പോഴും മുകളിലേക്ക് ഉയരുമ്പോഴും ഒക്കെ അല്ലാഹു അക്ബറാണ്. അള്ളാഹുവിനെ കൂടുതൽ മനസ്സിൽ ഓർമ്മയുണ്ടാകാനാണ്. അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് അശ്രദ്ധ വരുന്നത് സഹോദരങ്ങളെ നമ്മുടെ മനസ്സിനെ കൂടുതൽ കൂടുതൽ ആത്മീയതയിൽ നിന്ന് അകറ്റുന്ന ഒരു മാർഗമാണ്. ആ നിലക്ക് ദിക്ർ മറക്കാൻ പാടില്ല. ദിക്റപ്പുറയും നല്ല ശ്രദ്ധ വേണം. എല്ലാ സന്ദർഭങ്ങളിലും ഉള്ള ദിക്ർ കൊണ്ട് നടക്കണം. ദിക്ർ കൂടെ കൊണ്ട് നടക്കുന്ന കരുതുന്ന ആളുകൾക്ക് അള്ളാഹുവിനെ കൂടുതൽ കൂടുതൽ ഓർമ്മയുണ്ടാകും. എല്ലാ ഘട്ടങ്ങളിലും പടച്ച റബ്ബിനെ ഓർമ്മയുണ്ടാകും. ദിക്ർ മറക്കാൻ പാടില്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർമ്മ വല്ലാത്ത ഓർമ്മയാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ പറഞ്ഞു, പലരും പറഞ്ഞിട്ടുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ മാത്രമല്ല പലരും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ വീട്ടിൽ നബി തങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണിയിലായിരിക്കും. പക്ഷേ പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന വാങ്ങിന്റെ തുടക്കം കേട്ടാൽ പിന്നെ ഞങ്ങളെപ്പറ്റി നബി തങ്ങൾക്ക് ഒരു അറിവില്ലാത്തത് പോലെയാണ്. പിന്നെ ചിന്ത മുഴുവനും അങ്ങോട്ട് മാറി. അല്ലാഹു അക്ബർ എന്ന് കേട്ടപ്പോഴേക്ക് ആ മനസ്സിന്റെ അവസ്ഥ മാറിപ്പോയി. അപ്പോഴേക്ക് ചിന്ത വന്നു, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, വിജയത്തിലേക്ക്, നിസ്കാരത്തിലേക്ക് വിളിക്കുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പിന്നെ ഞങ്ങളോട് സംസാരമില്ല, പണി അവിടെ നിർത്തിവെച്ചു. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നു, സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാകണം. നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റും ചൊല്ലാതിരിക്കരുത്. സ്വർഗത്തിൽ പോകാനുള്ള മാർഗമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് ആ ദിക്ർ. പൂർണ്ണമായി ചൊല്ലാനുള്ള നല്ല കഴിവ് വേണം. ആയത്തുൽ കുർസിയും ആമനുർ റസൂലും തുടങ്ങിയുള്ള ദിവനേന പതിവാക്കേണ്ട ദിക്റുകളൊക്കെ ചൊല്ലണം. കൂടെ കൊണ്ട് നടക്കണം. എല്ലാ ദിവസവും എല്ലാ സമയത്തുമുള്ള ദിക്ർ ചൊല്ലി പതിവാക്കി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ അതേ രൂപത്തിൽ തന്നെയാണ് സ്വഹാബത്തും പഠിപ്പിച്ചു തന്നത്. ഇമാമിങ്ങളും അത് സുന്നത്താണ് എന്ന് പഠിപ്പിച്ചു തന്നത് ആ ദിക്റാണ്. ആ ദിക്റൊന്നും വിടാൻ പാടില്ല, വെറുതെ ആകൂല. ആഖിറത്തിലെത്തുമ്പോ നല്ല സന്തോഷം ലഭിക്കും. ദുനിയാവിൽ നമ്മളെ ഖൽബിന് നല്ല ഹിമ്മത്ത് കിട്ടും. ദിക്ർ കൊണ്ട് മനസ്സ് ഉണർന്നു പോയാൽ മരിക്കുന്ന നേരത്ത് മരവിപ്പ് വരൂല, മറ്റു ചിന്തകളൊന്നും വരൂല, മറ്റു നേതാക്കളെ കുറിച്ചോ താല്പര്യങ്ങളെ കുറിച്ചോ മനസ്സിൽ ഓർമ്മ വരൂല. ദിക്ർ കൊണ്ട് ബന്ധമുള്ള ഖൽബാണോ ആ ഖൽബിന് നല്ല ഉണർവോടുകൂടെ, ഖൽബിലുള്ള ഉണർവ് കൊണ്ട് നാവ് കൊണ്ടങ്ങ് മൊഴിഞ്ഞു പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്
അതുകൊണ്ട് മനസ്സിന്റെ അശ്രദ്ധ മാറ്റണം, ദിക്ർ ചൊല്ലി പതിവാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ദിക്ർ ഹൽഖക്ക് മാത്രമുള്ള ദിക്റല്ല, അതിനേക്കാളും ശ്രേഷ്ഠതയുള്ള ദിക്റാണ് നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദിക്ർ. തീരെ വിടാൻ പാടില്ല. അതവിടെ ഇരുന്നിട്ടാണെങ്കിൽ ഇരുന്നിട്ട് തന്നെ ചൊല്ലണം. അല്ല ഞാൻ ഇവിടുന്ന് പോരുകയാണോ എന്നാ പോരുന്ന പോക്കിൽ ചൊല്ലണം. സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ടാണോ പോരുന്നത് അപ്പോഴും ചൊല്ലണം. അപ്പോഴും അതിന്റെ സുന്നത്ത് പോകൂല, നമ്മൾ അങ്ങനെ പതിവാക്കി പോകണം. ഏത് നിസ്കാരം കഴിഞ്ഞാലും ശേഷമുള്ള ദിക്ർ വിടാതെ പതിവാക്കണം. പൂർണ്ണമായെന്ന് ചോദിച്ചു നോക്കൂ. ആ ദിക്ർ പൂർണ്ണമായി ചെല്ലാൻ കഴിയില്ല പലർക്കും. അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീം അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീം അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലും. പിന്നെ കുറേയാണ് കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് അങ്ങനെ ചൊല്ലും. അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. അതിനടുത്ത് കുറെ ദിക്റുണ്ട്. ഒക്കെ വളരെ ഫലവത്തായ ദിക്റാണ്. നമ്മളെ ദിക്ർ ഹൽക്കയേക്കാളും മറ്റു കാര്യങ്ങളെക്കാളും വളരെ മഹത്വമുള്ള ദിക്റാണത്. കാരണം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്ർ ചൊല്ലാതെ തങ്ങൾ പോകാറില്ല. അങ്ങനെ ഒരു പതിവോ സ്വഭാവമോ തങ്ങൾക്കില്ല. എപ്പോഴെങ്കിലും ആരെങ്കിലൊക്കെ പെട്ടെന്ന് പോകുന്നത് കണ്ടാൽ പോകുന്ന ആളെ വിളിച്ചിട്ട് തങ്ങൾ ചോദിക്കും, എന്താ നിങ്ങൾ ഇങ്ങനെ പോകുന്നത്? ദിക്ർ ചൊല്ലാൻ ഇരിക്കാത്തത് എന്താണ്? നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്ർ ചൊല്ലാനില്ലേ, എന്താണ് ഇരിക്കാത്തത്? എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ചൊല്ലണമെന്ന് മറക്കാതെ പഠിപ്പിച്ച ദിക്റുകൾ ധാരാളമുണ്ട്. ആ ദിക്റുകളുടെ കൂട്ടത്തിൽ മുആദ് റളിയല്ലാഹു അൻഹു വിളിച്ച് നബി തങ്ങൾ പറഞ്ഞല്ലോ, മുആദ് ഇന്നി ഉഹിബ്ബുക, നിങ്ങളെ ഞാൻ നല്ലോണം ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടൊരു കാര്യം നിങ്ങളോട് കൽപ്പിക്കാണ്. ഫലാ തദഅ ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ, ഒരു നിസ്കാരത്തിന്റെ പിറകിലും നിങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, എല്ലാ നിസ്കാരത്തിന്റെ പിറകിലും നിങ്ങൾ ചൊല്ലിക്കോളണം. പ്രത്യേകം സ്നേഹമുള്ള മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ദിക്ർ ചൊല്ലാനാണ് തങ്ങൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ തന്നെ ഊന്നി പറഞ്ഞിട്ടുണ്ട് മറ്റു ദിക്റുകളെ പറ്റിയൊക്കെ. ആ ദിക്റുകൾ പൂർണ്ണമായും അറിയാത്തവർ പഠിച്ച് ചൊല്ലണം. നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റാണ്. അതിന് സാധാ ദിക്റിന്റെ സ്ഥാനമല്ല, ബഹുമാനമല്ല. ദോഷങ്ങൾ ഓർക്കുക എന്ന് മാത്രമല്ല അതുകൊണ്ട് കിട്ടുന്നത്, മനസ്സിന് നല്ല ഉണർവ് ലഭിക്കുന്നു. അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ആ രൂപത്തിലുള്ളതാണ്. പൂർണ്ണമായും ആ ദിക്ർ ചൊല്ലണം. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ദാറസ്സലാം തബാറക റബ്ബനാ വതആലൈത യാ ദൽ ജലാലി വൽ ഇക്റാം. اللهم لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد ولا حول ولا قوة إلا بالله العلي العظيم. لا إله إلا الله ولا نعبد إلا إياه له النعمة وله الفضل وله الثناء الحسن. لا إله إلا الله مخلصين له الدين ولو كره الكافرون. اللهم إني على ذكرك وشكرك وحسن عبادتك. പിന്നെ ആയത്തുൽ കുർസിയും പിന്നെ ശേഷമുള്ള 33 ദിക്റും പിന്നെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, പിന്നെ 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ പറഞ്ഞ പൂർണ്ണ ദിക്ർ ചൊല്ലണം എല്ലാ നിസ്കാരത്തിന്റെ ശേഷം. അത് മറക്കാൻ പാടില്ല. അപ്പോഴാണ് നമ്മുടെ ഖൽബ് നന്നാകുക. ദിക്ർ കൊണ്ട് ഖൽബിന് ഹയാത്ത് കിട്ടണം.